ഹലോ ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു റെസിപ്പിയാണ് കേട്ടോ, തക്കാളിച്ചോറ്. അപ്പം എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ. തക്കാളിച്ചോറ് കർക്കിടകത്തിൽ കഴിച്ചാൽ നല്ലത് തന്നെയാണ്. തക്കാളി വെജിറ്റബിൾ കൊണ്ട് പിന്നെ ഇലവർഗ്ഗങ്ങളും കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിച്ച ചോറിലൂടെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തിന് നല്ലതല്ലേ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതാട്ടോ ചോറിന് തക്കാളിച്ചോറ് ഒന്ന് താളിച്ചെടുക്കണം. അതിന് ഉണക്കമുളക്, ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, കടുക് ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചോറ് പാകമായിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചാൽ ഒന്ന് വെള്ളം വറ്റി വരുമ്പോൾ ഇപ്പോൾ തക്കാളിച്ചോറ് ഇത്രയും വേവാൻ പാടും കേട്ടോ, അധികം ഉടയാൻ പാടില്ല, പാകത്തിനായിട്ടുണ്ട്. എന്നിട്ട് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ട് വെച്ചാൽ നല്ല അടിപൊളി ചോറുണ്ടാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും തക്കാളിച്ചോറ്. അപ്പോൾ കാലത്തുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തക്കാളിച്ചോറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെല്ലൈക്കൺ കാണാൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. ഇതാട്ടോ തക്കാളിച്ചോറ് റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഓക്കെ.